നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എക്സാലോജി കേസിൽ അന്വേഷണം തുടരാനുള്ള കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് ബി.ജെ.പി. സർക്കാർ പകപോക്കുകയാണെന്നും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്നുമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ CPM-ന്റെയും വാദത്തെ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതാക്കുന്നതാണ്. അന്വേഷണവും ചോദ്യം ചെയ്യലുകളും പരിശോധനകളുമെല്ലാം നിയമാനുസൃതമാണെന്നാണ് കോടതി വിധിയിലൂടെ ഇപ്പോൾ തെളിയുന്നത്. വീണ വിജയന്റെ എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയും വ്യക്തമാവുകയും മാസപ്പടി വാങ്ങിയെന്ന് കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് വീണയ്ക്കെതിരെ റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് വീണയുടെ എക്സാലോജിക്കിനെതിരെ അന്വേഷണം തുടങ്ങിയത്. പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ട് 2 വർഷമായെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിപുലവും വിശദവുമായ അന്വേഷണത്തിന് കേന്ദ്രം നിർദ്ദേശിച്ച ശേഷം ഉന്നത ഉദ്യോഗസ്ഥ സംഘമാണ് വിഷയം അന്വേഷിക്കുന്നത്. അവർ എക്സാലോജിക്കിൽ നിന്നും വീണയ്ക്കും പിണറായിക്കും LDF UDF നേതാക്കൾക്കും കോഴ നൽകിയ ശശിധരൻ കർത്തയുടെ കരിമണൽ കമ്പനി CMRL നിന്നും ഈ കമ്പനിയിൽ നിന്നും 13% ഓഹരിയുള്ള സർക്കാർ സ്ഥാപനമായ KSIDCയിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് അന്വേഷണത്തെ ചോദ്യം ചെയ്യുന്ന ഹർജിയുമായി KSIDC കേരള ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. വീണ തന്റെ സ്ഥാപനം നിലനിന്നിരുന്ന കർണാടകത്തിലെ ഹൈക്കോടതിയെയാണ് സമീപിച്ചത്. കേസും തുടർ നടപടികളും നിയമാനുസൃതമാണെന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. എന്നാൽ അന്വേഷണം മുറുകിയതോടെ ഇരുവാദവുമായി ഇറങ്ങുകയായിരുന്നു പാർട്ടി. CPM തന്നെ വീണയുടെ രക്ഷയ്ക്കെത്തിയത് വിവാദവുമായി. വീണയും അതുവഴി മുഖ്യമന്ത്രിയെയും കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുകയാണെന്നായിരുന്നു പാർട്ടി പ്രസ്താവന പോലും ഇറക്കിയത്. വീണയുടെ ഹർജി തള്ളുകയും അന്വേഷണം തുടരാൻ കോടതി പച്ചക്കൊടി കാട്ടുകയും ചെയ്തതോടെ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലെന്ന രാഷ്ട്രീയ ആരോപണം തന്നെ തകർന്ന് തരിപ്പണമായി. BJP നേതാവായ ഷോൺ ജോർജ് നൽകിയ ഹർജിയിലും അന്വേഷണം ചോദ്യം ചെയ്ത് KSIDC നൽകിയ ഹർജിയിലും അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്തിനെന്ന് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി വാക്കാൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടെ തന്നെ വേട്ടയാടുകയാണെന്ന ആരോപണം പാടെ പൊളിഞ്ഞടുങ്ങി. കോടതിയുടെ വിശദമായ നിരീക്ഷണങ്ങൾ പുറത്തുവിടുമെന്ന് ജസ്റ്റിസ് നാഗപ്രസന്ന പറയുകയും ചെയ്തു. അതും കേരള ഹൈക്കോടതി വിധികളും പുറത്തു വരുന്നതോടെ മാസപ്പടി അടക്കമുള്ള വിഷയങ്ങളിൽ ന്യായീകരണം തന്നെ അസാധ്യമാകും. ഏതായാലും വീണ വിജയനെ ഇനി CPM പ്രതിരോധിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കമ്പനിയുടെ ഭാഗത്തു നിന്നാകും മറുപടികൾ ഉണ്ടാവുക. പിണറായി വിജയനെയും വീണ വിജയനെയും തൽക്കാലം പ്രതിരോധിക്കേണ്ടതില്ല, അവരുമായി ബന്ധപ്പെട്ടു വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കേണ്ടതില്ല എന്നാണ് CPM-ന്റെ തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 8 മാസങ്ങൾ കൂടി ഇനി മുന്നോട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ വീണയ്ക്കെതിരെ അറസ്റ്റോ നിയമ നടപടികളോ ഉണ്ടായാൽ അത് തെരഞ്ഞെടുപ്പിനെ സാരമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം പാർട്ടി ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നതാണ് നല്ലതെന്ന് പാർട്ടി വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വീണ വിജയനെയും പിണറായി വിജയനെയും കൈവിട്ടുകൊണ്ടുള്ള സമീപനമാകും CPM എടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.